താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം നിയമസഭ ചർച്ച ചെയ്യും. ഇന്ന് 12 മണിക്കാണ് ചർച്ച. രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത്. സഭ മാത്രമല്ല പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട വിഷയമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷബീദ്, വിശദാംശങ്ങൾ. വളരെ ഗൗരവമുള്ള ഒരു ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ നിയമസഭയിൽ നടക്കും എന്നുള്ളതാണ്. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകിയത്. താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം അത് സമൂഹത്തെ ആകെ ഞെട്ടിച്ചുവെന്നും മാത്രവുമല്ല സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ അഥവാ യുവാക്കൾ ഉൾപ്പെടെ നടത്തുന്ന ക്രൂരമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ അത് സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷം രമേശ് ചെന്നിത്തല നൽകിയ നോട്ടീസിൽ പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയത്. പിന്നാലെ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ച സ്പീക്കർ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതീവ ഗൗരവമുള്ള വിഷയം സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്, മാത്രമല്ല ഇത് സഭ മാത്രം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്യണം. മൊബൈൽ ഫോൺ ഉപയോഗം, പ്രത്യേകിച്ച് ഗെയിമുകൾ, അതേപോലെ ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ അത് ഈ ക്രൂരമായിട്ടുള്ള അക്രമ സംഭവങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യാം, വളരെ സന്തോഷത്തോടുകൂടി ഈ വിഷയം ആ ഗൗരവത്തിൽ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ എടുത്ത നിലപാട്. അതോടുകൂടി അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വഴി തുറക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെയാണ് നിയമസഭയിൽ ചർച്ച നടക്കുക. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുക കഴിഞ്ഞ 6 മാസ കാലയളവിൽ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, അതിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളടക്കം പങ്കെടുത്ത കൊലപാതക സംഭവങ്ങളുണ്ട്. വീടിനുള്ളിൽ പോലും മാതാപിതാക്കളെ ആക്രമിക്കുന്ന സംഭവ വികാസങ്ങളുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ ഏത് തരത്തിലേക്ക് വന്നു എന്നുള്ളത് സർക്കാർ ഓഡിറ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്ന ലഹരി അടക്കമുള്ള കാര്യങ്ങൾ അത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരും. അതേസമയം സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത് ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി എടുക്കുന്ന നടപടിക്രമങ്ങൾ, പോലീസിന്റെ അന്വേഷണം, അതേപോലെ തന്നെ ലഹരിക്കടത്ത് തടയാൻ പോലീസ് നടത്തുന്ന എൻഫോഴ്സ്മെന്റ്, പോലീസും എക്സൈസ് സംവിധാനങ്ങൾ നടത്തുന്ന എൻഫോഴ്സ്മെന്റ് കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരത്തിയായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാർ പ്രതിരോധം സൃഷ്ടിക്കുക. ഏതായാലും അതൊരു രാഷ്ട്രീയ പോര് എന്നതിനപ്പുറത്തേക്ക് സമൂഹം ഒന്നാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ആ ഗൗരവം സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരേപോലെയുണ്ട്. ഒരുപക്ഷെ ആരോഗ്യകരമായ ഒരു ചർച്ച അത് ഇന്ന് നിയമസഭയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. എസ്.കെ. താങ്ക് യു ഷബീദ് റാവുത്തർ. ഇപ്പോൾ നിയമസഭയിൽ ചോദ്യോത്തരവേള നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സഭ മാത്രമല്ല, നമ്മുടെ സഭയിലൂടെ നമ്മുടെ പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഈ നോട്ടീസിൽ പറയുന്നത് പോലെ ലഹരി, മദ്യം, ഹിംസ ആഘോഷിക്കപ്പെടുന്ന വീഡിയോ ഗെയിം, സിനിമ, വെബ് സീരീസ്, ഇതിൻ്റെ എല്ലാം പങ്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനു പുറമേയും കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം നാം വിശദമായി ചർച്ച ചെയ്ത് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന നിലയായിരിക്കും നന്നാവുക. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത് ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുക. വളരെ റിലവൻ്റായ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് മുന്നോട്ട് വന്നതിന് ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓർഡർ നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം സംബന്ധിച്ച് ഇന്ന് ലഭിച്ച നോട്ടീസ് പ്രകാരം ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം ചർച്ചയ്ക്കായി മാറ്റിവെക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ചർച്ച ആരംഭിക്കുന്നതാണ്. 2 മണിക്കൂർ ആയിരിക്കും ചർച്ച. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ കാര്യവിവര പട്ടിക പ്രകാരം ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് സഭ പരിഗണിക്കാനിരുന്ന 2025 കേരള ധനവിനിയോഗ ബില്ലിൻ്റെ അവതരണവും അനന്തരഘട്ടങ്ങളും നടപടികൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ച പൂർത്തീകരിച്ചതിന് ശേഷം നടത്തുന്നതാണ്. അതിലേക്കായി ബന്ധപ്പെട്ട ചട്ടം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ സഭയുടെ അനുമതിയോടെ തീരുമാനിക്കുകയാണ്. ഓർഡർ ശ്രദ്ധ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ചെയർ അഭ്യർത്ഥിക്കുന്നത് ഇന്ന് നിയമങ്ങളും നിയമനിർമ്മാണവും